ഇറാനിൽ ആഹ്ലാദ പ്രകടനം, സന്തോഷം, യുദ്ധം വിജയിച്ചതിലുള്ള ആഹ്ലാദ പ്രകടനം. ഒരൊറ്റ ലക്ഷ്യങ്ങൾ പൂർത്തിയാകാതെയാണ് ഈ യുദ്ധം അവസാനിക്കുന്നത്. ഇറാൻ മുന്നോട്ട് വെച്ച പോയിന്റുകളിൽ ചർച്ചയാകാമെന്നാണ് അമേരിക്ക പറയുന്നത്. ഇറാൻ മുന്നോട്ട് വെച്ച പോയിന്റുകൾ എന്താ? എന്തെല്ലാം പറഞ്ഞു ട്രംപ്? ഹോർമിസ് കടലിടുക്ക് പിടിച്ചെടുക്കും, അതിലേക്കൂടെ ബോട്ട് ഓടിക്കും, അതിലേക്കൂടെ കപ്പലോടിക്കും, അത് ചെയ്യും, നാറ്റോയെ ഓടിവായോ, സംസ്കൃതി ഇല്ലാതാവാൻ പോകുന്നു, നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്ക് എന്നൊക്കെ പറഞ്ഞ ട്രംപിന് മുന്നിൽ വളരെ മാന്യമായ ഫോർമുല വെച്ചു കൊടുത്തു. ഉപാധികൾ എന്തൊക്കെയാ? ഹോർമിസിന് മേൽ സാമ്പത്തികമായ നിയന്ത്രണം വേണം, ലെബനോനിൽ ഉൾപ്പെടെ ആക്രമണം നിർത്തണം, ഗൾഫിലെ US ബേസുകൾ പിൻവലിക്കണം, ഇറാന് സമ്പൂർണ്ണമായ നഷ്ടപരിഹാരം വേണം, ഇറാനെതിരെയുള്ള ഉപരോധം ഇല്ലാതാക്കണം, വിദേശത്ത് മരവിപ്പിച്ച ഇറാൻ്റെ സ്വത്തുക്കൾ വിട്ടു നൽകണം, UN സെക്യൂരിറ്റി കൗൺസിൽ വഴി ഇതെല്ലാം കരാറാക്കണം. എന്തൊരു നിപ്പാ, എന്തൊരു സ്റ്റാൻഡാ! കൃത്യമായി പറഞ്ഞില്ലേ? ഹോർമിസ് കടലിലേക്ക് തുറന്നു കിടന്നേത്, അതിലേക്കൂടെ ആർക്കും കടന്നു പോകാമായിരുന്നു. ഇപ്പോൾ ഇറാൻ ആവശ്യപ്പെടുന്നത് അവിടെ എന്ത് വേണം? സാമ്പത്തിക നിയന്ത്രണം വേണം. അവിടെ ഈ പറയുന്നത് പോലെ അവിടെ കരാർ ഉണ്ടാക്കി അതിലേക്കൂടെ പോകുന്ന കപ്പലുകൾക്ക് സെസ് ഏർപ്പെടുത്തുന്നത് പോലെ ഒരു സെസ്സും വരുമാനവും വേണം. എന്തിനാ? ഈ രണ്ട് യുദ്ധക്കുതിയന്മാരും കൂടി ആക്രമിച്ച ഇറാനെ പുനഃസൃഷ്ടിക്കാൻ, കെട്ടിപ്പടുക്കാൻ. തീർന്നില്ല. രണ്ടാമത്തേത്, ലെബനോണിൽ ഉൾപ്പെടെ ആക്രമണം നിർത്തണം. ആ രാജ്യത്ത് മാത്രം പോരാ, തൊട്ടടുത്ത രാജ്യമായ ലെബനോണിൽ ഉൾപ്പെടെ, അതുപോലെ തന്നെ ഈ ഫലസ്തീനിൽ ഉൾപ്പെടെ ഉള്ള മേഖലയിലാകെ ആക്രമണം നിർത്തണം. ഗൾഫിലെ US ബേസുകൾ പിൻവലിക്കണം. അമേരിക്ക കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്ന മിഡിൽ ഈസ്റ്റിലെ ഗുണ്ടാ സംഘങ്ങളെ പിൻവലിക്കണം. ഇറാന് സമ്പൂർണ്ണമായ നഷ്ടപരിഹാരം വേണം. വിദേശത്ത് മരവിപ്പിച്ച ഇറാൻ്റെ സ്വത്തുക്കൾ തിരിച്ചു കിട്ടണം. ഇതെല്ലാം ഐക്യരാഷ്ട്ര കൗൺസിൽ വഴി കരാറാക്കണം. ഇതിലെന്തുണ്ട് ഡെപ്പിക്കുണേഷൻ പറഞ്ഞത്? ഡെപ്പിക്കുണേഷൻ പറഞ്ഞ എന്തെങ്കിലും സാധനങ്ങൾ ഇതിലുണ്ടോ? ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളാണ്. ഇതിന്മേൽ ചർച്ചയാകാമെന്നാണ് ട്രംപ് സമ്മതിച്ചിരിക്കുന്നത്. അതിനാണ് ഇറാനിൽ അവർ ആഹ്ലാദ പ്രകടനം നടത്തിയത്. അവരെന്താ പ്രഖ്യാപിച്ചത്? ഞങ്ങൾ ലോകത്തെ തകർക്കുമെന്നും, ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നവൻ പറഞ്ഞതുപോലെ വൃത്തികെട്ട, യാതൊരു സംസ്കാരവുമില്ലാത്ത, സഭ്യതയുമില്ലാത്ത, വെറും താന്തോന്നിത്ത വർത്തമാനങ്ങളൊന്നും ഇറാൻ പറഞ്ഞില്ല. ഇറാൻ എന്താ പറഞ്ഞത്? ഇറാൻ പറഞ്ഞത് ഞങ്ങൾ മനുഷ്യ കവചം തീർക്കും, സംസ്കൃതി ഇല്ലാതാക്കുമെങ്കിൽ ഞങ്ങൾ പോരാടി മരിക്കും, ഞങ്ങൾ 15 ദശലക്ഷം ആളുകളെ പോരാട്ടത്തിനിറക്കും, ഞങ്ങളതിനെ നേരിടും, അതിനെ അവസാനം വരെ പൊരുതും എന്ന് പറഞ്ഞതാണ് ഇറാൻ എടുത്ത നിലപാട്. അപ്പോൾ എന്ത് സംഭവിച്ചു? ആദ്യം എത്ര ദിവസമായി ഇങ്ങനെ നീട്ടിക്കൊടുക്കുക? 48 മണിക്കൂർ കൊടുത്തു, പിന്നെ 7 ദിവസം കൊടുത്തു, പിന്നെ 72 മണിക്കൂർ കൊടുത്തു, പിന്നെ വേറെ കൊടുത്തു, അടുത്ത സമയം നിശ്ചയിച്ചു, വിധി നിശ്ചയിച്ചു, അള്ളാഹുവിനെ വിളിക്കാൻ പറഞ്ഞു. ലോകത്തുള്ള ഒരുപാട് മനുഷ്യർ അള്ളാഹുവിനെ വിളിച്ചു. ആ അള്ളാഹുവിനെ വിളിച്ചെന്തിനാണെന്നറിയോ? ഇറാനോടുള്ള അദമ്യമായ അവിടെ നടക്കുന്നത് മുഴുവൻ അള്ളാഹുവിൻ്റെ ഭരണമായതുകൊണ്ടല്ല. ഈ രണ്ട് ലോക തെമ്മാടികൾക്ക് മുന്നിൽ അവർ കീഴടങ്ങിയാൽ പിന്നെ ലോകത്തൊരു സംസ്കൃതിയും ബാക്കിയുണ്ടാവില്ല. ആരെയും അവർ പിടിക്കും, വെനിസ്വലയെ പിടിച്ച പോലെ. ഇപ്പോൾ ഇറാനെ പിടിക്കാൻ കഴിഞ്ഞാൽ അടുത്ത ക്യൂബയെ പിടിക്കും. ലോകത്തെല്ലാ രാജ്യങ്ങളെയും അവർ കീഴ്പ്പെടുത്തും, വരട്ടും, ഭീഷണിപ്പെടുത്തും. പ്രത്യേകിച്ച് ഇതുപോലത്തെ ഒരു താൻ തോന്നി അധികാരത്തിലിരിക്കുന്നിടത്തോളം കാലം. അതിനാണ് കൂച്ചുവലം കിട്ടത്. അതിനാണ് ഇറാൻ കൂച്ചുവലം കിട്ടത്. അവിടെയാണ് നിലപാട്. ആ നിലപാടിനോടൊപ്പമാണ് ഒരുപാട് മനുഷ്യർ സഞ്ചരിച്ചത്.